ടിക്കറ്റ് ടു ഫിനാലെ വിജയിയായ നൂറയ്ക്ക് ലാലേട്ടൻ കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റോർ റൂമിലിരിക്കുന്ന ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയുണ്ടായി. ആ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നൂറയും ആദിലയും കൂടെ ആ ടിക്കറ്റ് എടുത്ത് നോക്കിയിട്ട് സംസാരിക്കുകയാണ്. നൂറ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇത്. എനിക്ക് എന്താണെന്നറിയത്തില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ മൊത്തത്തിലൊരു മരവിച്ച അവസ്ഥയിലാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ജെന്യുവനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമുക്കത് കൊണ്ടുതരുമെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, ഇത് ബേബിയുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. എല്ലാ മനുഷ്യരും പറയാറുണ്ട്, ആണുങ്ങളുണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പാടുള്ളൂ, ആണുങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. ആണുങ്ങളില്ലേലും ജീവിക്കാമെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ബേബി ഇപ്പോൾ. നൂറ പറയുന്നുണ്ട്, അത് ഇവിടെയും ചിലർ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് കാണിച്ചു കൊടുത്തു, നമ്മളെക്കൊണ്ടെല്ലാം കഴിയുമെന്നുള്ളതിൻ്റെ തെളിവാണിത്. ബേബി എടുത്ത എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ടിക്കറ്റ് ബേബിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ആദില പറയുന്നുണ്ട്. നൂറയെപ്പറ്റി ഒരുപാട് പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടെ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നു, എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആരും എവിക്ഷനിൽ ഔട്ടായിട്ടില്ല. ഇന്നത്തെ എവിക്ഷൻ നാളെ കാണാൻ സാധ്യതയുള്ളൂ. കാരണം ലാലേട്ടൻ പറയുകയുണ്ടായി, എവിക്ഷനിലുള്ള എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു, എവിക്ഷൻ നാളെയാണ്, എല്ലാവർക്കും ഇരിക്കാം, ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്തത്.